ചേർത്ത് പ്രചാരണങ്ങൾ നടത്തുമ്പോൾ താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റർ പോലും നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ഒന്നാമത്തെ കാര്യം, ഇതിനൊന്നും പൈസ മുടക്കാൻ എൻ്റെ കാശില്ല. എന്നെ അങ്ങനെ പാർട്ടി സപ്പോർട്ടില്ല, അല്ലെങ്കിൽ വേറെ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് സുഹൃത്തുക്കളൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കയറി എന്നിട്ട് ഇത് വലിയ സംഭവമാക്കി ഇത് എനിക്കെന്തോ വേറെന്തോ ഒരു ഗിമ്മിക്സ് കാണിച്ചാലൊന്നും നടക്കുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരാളിത് കേട്ടാൽ അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഇത് വേറെ ആളെ കേൾപ്പിച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ എപ്പോഴാണോ മനുഷ്യൻ മാറുന്നത് അപ്പോഴേ ഇതൊക്കെ പോസിബിൾ ആകത്തുള്ളൂ. മനസ്സിലായില്ല? അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇത്രേ പറയത്തുള്ളൂ. ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ പറയും, പിന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെയൊക്കെ നമുക്കൊരു രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അത് ഞാൻ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി കൂടെ കാണിച്ചിട്ടുണ്ട്. അതൊരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൊല്യൂഷനാണ്, അല്ലാതെ എൻ്റെ ഒരു ട്രസ്റ്റോ അല്ല ഇവിടെ നടന്ന തട്ടിപ്പിനുള്ള പരിഹാരമല്ല. മനസ്സിലായോ? ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മൊത്തം കറക്റ്റ് ചെയ്തേക്കുക. അതുപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെൻറ്. മനസ്സിലായി? അപ്പോൾ അടുത്തത് ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്തോണ്ട് ട്രാൻസ്പെറൻസി കൊണ്ടുവന്ന് വെക്കുന്നത് എങ്ങനെയെന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഇതുവഴിയൊക്കെ കാണിച്ചു തരുവാണ്. മനസ്സിലായി? ഇപ്പോൾ ട്രാൻസ്പെറൻ്റായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്നത് കാണിക്കും, ട്രാൻസ്പെറൻ്റായിട്ട് മാനേജ്മെൻറ്റ് കാണിക്കും, അഡ്മിനിസ്ട്രേഷൻ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ പതിൻ്റെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് പോസിബിൾ ആണെന്നുള്ളത്. പക്ഷേ ഇത് ഈസിയാണ്, ഏറ്റവും ഈസി പരിപാടിയാണ്. വലിയ ടഫൊന്നുമല്ല. ഈ കള്ളനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്കിനേക്കാളും എളുപ്പമാണ് ആ മോഷണം തടയാൻ ഉള്ള സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുന്നത്. അതാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ CCTV വെച്ച് ഒരു സെൻസർ വെച്ചപ്പോഴേ മോഷണങ്ങൾ നിന്നെന്ന് വേണേൽ പറയാം. അതേസമയം അതിന് ആ സാധനം അല്ല വെക്കുന്നതെന്ന് വിചാരിക്കും. എന്നും പിടിക്കാൻ പോലീസ് ഓടുവാണെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ ആൾക്കാർ മോഷ്ടിക്കുകയും ചെയ്യും, പലരെയും പിടിക്കത്തും ഇല്ല. പിടിക്കാൻ ഓടുന്ന പൈസ ചിലവ് കൂടും. നമ്മൾ അതല്ല ആലോചിക്കേണ്ടത്. നമ്മൾ ആ സെറ്റപ്പിൽ ക്രൈം അങ്ങ് നിർത്തി, അതിനുള്ള സ്കോപ്പില്ല, അല്ലെങ്കിൽ അതിന് അവർക്കൊരു സാധ്യതയെ കുറച്ച് ഇല്ലാണ്ടാക്കുക. അതോടെ ആ പ്രശ്നം തീർന്നു. പിന്നെയും ചെയ്യുന്നവരുണ്ടാവും, അത് മാനസികമായിട്ട് പ്രശ്നമുള്ളവരെ അങ്ങനെ ചെയ്യത്തുള്ളൂ. സ്വല്പം ബോധമുള്ളതൊക്കെ ചെയ്യേണ്ടി വരത്തുപോലുമില്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി മോഷ്ടിക്കാത്തത്, ആ ഫണ്ണി മോഷണങ്ങളൊക്കെ നിന്നത് അവരാ ഇത് വെച്ചതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്യും ആൾക്കാർ, എന്നിട്ടും ചെയ്യുന്ന കണ്ടില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പോഴും ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ക്യാഷൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്കിന് ആ കടക്കാരൻ്റെ പ്രശ്നം തീരുക. അവരെ പിടിച്ചു അവിടെ തന്നെ സാധനം വെച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോയി വലിയ നഷ്ടമുണ്ടായി. അതാ ഇപ്പോൾ ഗവൺമെൻറ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്നൊന്നും അറിയുന്നില്ല. കുറേ കാര്യം കണക്കൊക്കെ എടുക്കുമ്പോൾ അറിയുന്നത് അയ്യോ പോയോ പൈസ ഇല്ലേ എന്ത് ചെയ്യും. അതേസമയം നമ്മൾ ഈ CCTV വെച്ച് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നാൽ അത് അടിച്ചു മാറ്റുമ്പോൾ തന്നെ എല്ലാം അതിനപ്പുറത്തോട്ട് ഇതിനപ്പുറം പോകത്തില്ല, പൈസയൊക്കെ അവിടെ തന്നെ കിടക്കും. ഇപ്പൊ തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് കോടികളുടെ ആനക്കൊമ്പ മോഷണം പോയത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊട്ടാരത്തിൽ നിന്നും കണ്ട് 5 കോടി രൂപയുടെ പോയത്, തിരുവനന്തപുരം കൊട്ടാരത്തിൽ നിന്ന്. അതിനകത്തുള്ള രസം എന്താ പറയുക, നമ്മളൊക്കെ ഇത്തിരി പരിപാടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആനക്കൊമ്പിലൊന്നും വിലയില്ലാണ്ടായി. മനസ്സിലായോ? നമ്മൾ പറയുന്ന രീതിക്ക് എനിക്കൊന്നും ആനക്കൊമ്പ് കണ്ടൊന്നും തോന്നുന്നില്ല. ഇത് എന്തിന് ഇത്ര വില എന്ന് ചോദിച്ചാൽ നമ്മൾ വേണമെങ്കിൽ ഇത്ര വിലയുള്ള സാധനം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് വേണമെങ്കിൽ ഞാൻ കത്തിച്ച് കളയാം. കാരണം അത്ര വിലയില്ലാത്ത സാധനം. ആനക്കൊമ്പിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അറിയാം. എന്നാൽ അതൊക്കെ ഒരുതരം മണ്ടൻ ഇതുപോലത്തെ ആൾക്കാർക്ക് ഇതൊക്കെ പിടിക്കത്തുള്ളൂ. ഈ ആനക്കൊമ്പ് പിടിച്ചെങ്കിൽ എന്ത് കിട്ടാനാണ്? ഒരു ചത്ത ആന ഒരു പോകും, അതും അത് ഒരു പല്ലും പറിച്ചുകൊണ്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ടിരിക്കുമോ കുറേ മണ്ടന്മാർ. ഇതിനൊക്കെ എന്തിനും ഇത്ര വില? എന്ത് മണ്ടത്തരം അതൊക്കെ? എന്തുവാണ് ഇതൊക്കെ? എന്ത് പ്രാന്തോ ആൾക്കാർക്ക്? ആനക്കൊമ്പ് അത് മേടിക്കാൻ കുറേ എണ്ണം കിഴങ്ങന്മാർ. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത് വീട്ടിൽ വെച്ചിട്ട് അത് കണ്ട് അഭിമാനിക്കാനൊന്നും. കയറി വരുമ്പോൾ ഞാനൊരു വീട്ടിൽ ആനക്കൊമ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പമുണ്ട്.